പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശാന്തമായി നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ദൈവവചന വായന യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു, ഇത് എഴുതുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് എപ്പിസോഡ് 17 നാം പ്രവേശിച്ചു കഴിഞ്ഞു. അധ്യായം 8 22 മുതലുള്ള തിരുവചനങ്ങൾ. അന്ധന് കാഴ്ച. പിന്നീട് അവൻ ബെത്സേദയിലെത്തി. കുറെ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യരുതെന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവർ അവനോട് കൽപ്പിച്ചു. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ പകരമായി എന്തു കൊടുക്കും? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ സമയം നമുക്ക് അന്ധന് കാഴ്ച എന്ന ഈ ഭാഗത്തിൽ യേശു എന്ത് പറഞ്ഞു, യേശു എന്ത് ചെയ്തു എന്ന് നോക്കാം. 8:23. യേശു എന്ത് ചെയ്തു? അവൻ അവൻ്റെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിൽ കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈവച്ചു. 8:24. യേശു എന്ത് പറഞ്ഞു? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? യേശു എന്ത് ചെയ്തു? 8:27. പിന്നീട് അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. യേശു എന്ത് ചെയ്തു? യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. 8:27. യേശു എന്ത് പറഞ്ഞു? ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? 8:29. 8:33. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്?
8:33 യേശു എന്ത് പറഞ്ഞു? സാത്താനെ, നീ എൻ്റെ പിന്നിലേക്ക് പോകൂ. നീ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടേതാണ്. യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരെ ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. 8:34 യേശു എന്ത് പറഞ്ഞു? ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്തെന്നാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്കോ സുവിശേഷത്തിനു വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. കാരണം ഒരുവൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ജീവന് പകരമായി എന്തു കൊടുക്കും? വഴിപിഴച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നതിനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരോട് കൂടി വരുമ്പോൾ ലജ്ജിക്കും. എല്ലാ മക്കളെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കിത് ഒരു നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കാം. ധ്യാനത്തോടു കൂടെ ആയിരിക്കാം. ദൈവവചന വായനയിലെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും വിടുതലുകളും രോഗശാന്തിയും സംഭവിക്കുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും.